ശ്രീ ജയകൃഷ്ണൻ പണിക്കർ, അങ്ങുണ്ടായിരുന്നു ഈ ദൈവജ്ഞരുടെ കൂട്ടത്തിൽ. ജ്യോതിഷ പണ്ഡിതൻ ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്ന ചിന്തയിലാണല്ലോ ഈ പുതിയ ക്ഷേത്രം ഇവിടെ പണിത് വാപുരസ്വാമിയെ പുനഃപ്രതിഷ്ഠിക്കണമെന്ന പ്രശ്നവിധി നമ്മൾ കണ്ടത്. എന്തെല്ലാമാണ് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ? നമ്മൾ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നു എന്ന് പറയുന്നിടത്ത് കുറച്ച് വിയോജിപ്പുണ്ട്. കാരണം ഒരു പുതിയ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയാണ് വേണ്ടത്. ക്ഷേത്രം നമ്മൾ പുനരുദ്ധരിക്കുകയാണ്. പഴയ ക്ഷേത്രം വളരെ കാലങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ചരിത്രത്തെ നമ്മളിപ്പോൾ ശാസ്ത്രത്തിലൂടെ കണ്ടെത്തി അതിനെ പുനരുദ്ധരിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കുകയാണ്. സത്യത്തിൽ ഈ വാപുരസ്വാമി എന്ന് പറയുന്ന ഈ ഭൂതനാഥൻ, അദ്ദേഹം ഈ അയ്യപ്പസ്വാമിയുടെ പ്രവർത്തകനായിട്ട് ഈ മഹിഷിമർദ്ദനത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു വ്യക്തിയാണെന്ന് അന്ന് നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്ന് ചതുർഗ്രഹ യോഗങ്ങളിൽ കാണിച്ചിരിക്കുന്ന ഒരു പ്രമാണം ധീരോ മിത്ര സഹായോ എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഒരു സഹായിയാണ് ആയിരുന്നു എന്ന്, ധീരനും സഹായിയുമായിരുന്ന വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാളുടെയും കൂടി സഹായം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ മഹിഷി മർദ്ദനത്തിന്, അതിൻ്റെ സംഹാരത്തിനായി സഹായിച്ചു എന്നതാണ് ചരിത്രം. അന്ന് ചിങ്ങൻ രാശിയാണ് ഈ സ്ഥാനം. മൃഗേന്ദ്ര തുംഗദേശ എന്നുള്ള ഒരു വളരെ ഉയർന്ന പ്രദേശമായിരുന്നു ഇതെന്ന് ചിങ്ങൻ രാശി കൊണ്ട് നമ്മളിന്ന് കണ്ടു. വളരെ വനപ്രദേശമാണ് ഈ ചിങ്ങൻ രാശിയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയൊക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ അവിടെ വെച്ചുകൊണ്ട് ഈ സഹായമായി നിന്ന സഹായിയായിരുന്ന ഈ ഭൂതത്തെ, അതായത് ശനിയെ കൊണ്ടാണ് നമ്മളന്ന് ആ ഗ്രഹത്തെ ചിന്തിക്കാനിട വന്നത്. ശനിയെ കൊണ്ടാണ് മന്ദസ്തു ഭൂതനാദാനം ശൈവാനം എന്നുള്ള ആ നിയമം നമ്മൾ കൊണ്ടുവന്നത്. അന്നത്തെ രാശിയിലേക്ക് ആരൂഢപതിയായിട്ടുള്ള ചതുർഗ്രഹ യോഗവും അതിനെ സഹായിച്ചു. അപ്പോൾ ആ ധീരസഹായനായിരിക്കുന്ന ഈ ഇദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചതിന് ശേഷമേ തനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കേണ്ടതുള്ളൂ എന്ന് അന്ന് പന്തള രാജാവിനോട് അദ്ദേഹം അപേക്ഷിച്ചു എന്നാണ് നമ്മൾ കാണുന്ന ചരിത്രം. അത് അന്ന് ആ കാലഘട്ടത്തിൽ, പന്തള രാജാവിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഏകദേശം 400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വാപുരസ്വാമിക്ക് ഒരു ക്ഷേത്രം നിർമ്മിച്ചിരുന്നു. അത് ഈ തലപ്പാറ മല എന്ന് പറയുന്ന ഒരു സ്ഥാനത്തായിരിക്കാനാണ് സാധ്യത. അതാണ് വൃശ്ചികഗോചരത്തിൽ വടക്ക് കിഴക്ക് ഭാഗം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ന് കാണാനുണ്ടായി. ശ്രീ ജയകൃഷ്ണൻ പണിക്കർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ പ്രഭാഷകൻ ശരത് ഹരിദാസൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിലേക്ക് ഇപ്പോൾ പോകേണ്ട ഒരു അവസ്ഥ ഉള്ളത്. ശരത്ത് ചേരുന്നുണ്ട്. ശ്രീ ശരത്ത്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് വാപുരസ്വാമി എന്നുള്ള ഒരു പദം നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കേണ്ട വാപുരസ്വാമി പുരാണങ്ങളിൽ അടക്കം പരാമർശിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് വാപുരസ്വാമി നമ്മുടെ ഒരു കേൾവിയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു വലിയ പ്രചാരം നേടാതെ ഇങ്ങനൊരു കാലത്തിൻ്റെ ചരിത്രത്തിന് പുറത്ത് ഇങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമസ്കാരം. വാസ്തവത്തില് ബാബര എന്നുള്ള ശബ്ദവും അഥവാ ആ മൂർത്തിയും ബാബർ എന്ന് പറയുന്ന കഥാപാത്രവും രണ്ടാണ്. ബാബരൻ ഈ ഭൂതനാഥോപാഖ്യാനം സംസ്കൃതം മൂലമുണ്ട്. അത് നേരത്തെ തമ്പിസാറ് സൂചിപ്പിക്കുകയുണ്ടായി. അത് അതേപോലെ ബഹുമാനപ്പെട്ട ജയകൃഷ്ണൻ പണിക്കർ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഭൂതനാഥോപാഖ്യാനം കിളിപ്പാട്ട് ഏകദേശം 400 വർഷത്തിന് മുൻപ് രചിക്കപ്പെട്ടതാണ്. അതിന് കൃത്യമായിട്ടൊരു കർത്താവ് ആരാണെന്നൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കിളിപ്പാട്ട് രൂപം 1929 ഈ ആലുവ ഭാഗത്ത് തൊട്ടുമുഖം കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവ് പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഭഗവാന്റെ ഈ ഐതിഹ്യത്തിനെ കുറിച്ചിട്ട് മലയാളിയുടെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ ഒരു നിയത രൂപത്തിൽ ഒരു കഥ വരുന്നത്. കാരണം ഈ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളതൊന്നും ചിലപ്പോൾ പഴയ കാലത്ത് അത്രയ്ക്ക് പ്രചാരം ഉണ്ടായിരുന്നുണ്ടാവില്ല. അത് ഈ ഭൂതനാഥ സർവസ്വം എഴുതിയിട്ടുള്ള കുറുമുള്ളൂർ നാരായണപിള്ള അദ്ദേഹം പറയുന്നുണ്ട്, പന്തളത്തിന്റെ ഒരു ശാഖയിലുള്ള ഒരു വലിയ തമ്പുരാൻ നെയ്തലയ്ക്കൽ എന്നൊക്കെയാണ്
ആ ശാഖയുടെ പേര്. അവിടുത്തെ വലിയ തമ്പുരാനാണ് ഇത് രചിച്ചത് എന്നൊരു സൂചന അദ്ദേഹത്തിന്റെ ഗുരുനാഥ സർവസ്വത്തിലുണ്ട്. ആ പുസ്തകം അജ്ഞാതകർത്തൃ കാണുന്നുണ്ടെങ്കിലും യാതൊരു കലർപ്പും ഇല്ലാണ്ട് ഒരു 400 കൊല്ലം മുൻപ് എന്തായിരുന്നിരിക്കാം ശബരിമല എന്നുള്ളതിന്റെ ചില ചിത്രങ്ങൾ തരുന്നൊരു ഗ്രന്ഥമാണ്. അതിൽ വ്യക്തമായിട്ട് 3 സ്ഥലത്ത് വാപര സാന്നിധ്യം കാണുന്നുണ്ട്. എങ്ങനെ വാപരനെ കുറിച്ച് പറഞ്ഞ വാപരൻ എന്നും വാപുരൻ എന്നും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ഥലം, മഹിഷിയെ വധിച്ചതിന് ശേഷം ബ്രഹ്മാവ് വന്നിട്ട് പറയുന്നുണ്ട് മണികണ്ഠസ്വാമിയുടെ അടുത്ത്, ഈ ശവശരീരത്തിന് ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ട് അത് ഇരിക്കുന്ന സ്ഥലത്തിനെ കല്ലുകൊണ്ട് മൂടി അതിനെ അടക്കം ചെയ്യണം എന്ന് പറയും. ഭഗവാൻ അത് അലസാ നദിയുടെ മറുകരയിലേക്ക് ആ ശവശരീരത്തിനെ കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞ് കല്ലുകൊണ്ട് മൂടിയതിന് ശേഷം തന്റെ അനുചരനായിട്ടുള്ള വാപരനെ വിളിച്ചിട്ട്, വാപരാ നീ എനിക്ക് പ്രിയപ്പെട്ടവൻ. ആ ശ്ലോകങ്ങളുടെ അർത്ഥം അതാണ്. ഞാൻ ഈ അടുത്ത് ഡൽഹിയില് പുഷ്പവിഹാർ ഉള്ള സാകേത അയ്യപ്പ ക്ഷേത്രത്തില് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭൂതനാഥോപാഖ്യാനം സംസ്കൃതം മൂലം ബേസ് ചെയ്തിട്ടുള്ള പ്രഭാഷണ പരമ്പര ചെയ്തിരുന്നു. മുമ്പ് ഇവിടെ അധികം പേര് ചെയ്തിട്ടുണ്ടോ അതെന്ന് എനിക്കറിയില്ല. അപ്പോ അതിനു വേണ്ടിയിട്ട് കൂടെ ഞാൻ ഈ വളരെ റീസെന്റ് ടൈംസിൽ വളരെ വിശദമായിട്ട് പഠിച്ചൊരു ഭാഗമാണ് ഈ പറയണത്. അപ്പൊ ഭഗവാന്റെ വാക്യാണ്. ഭഗവാൻ പറയണത്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. മഹിഷിയെ വധിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് പാരിസ്ഥിതികമായിട്ടും അതേപോലെ തന്നെ അന്തരീക്ഷത്തിലും ഒക്കെ അനവധി കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭൂതങ്ങളുടെ ഇളക്കം ഉണ്ടാവും. നാളെ ഒരു കാലത്ത് എന്റെ ഭക്തർ ഈ വഴിക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് നീ ഇന്ന് തന്നെ ഇവിടെ തൊട്ട് താമസിക്കുക. ഈ സ്ഥലത്ത് താമസിച്ച് ഭൂതവൃന്ദങ്ങളോട് കൂടിയിട്ട് ഈ സ്ഥലത്തെ സംരക്ഷിച്ച് കാത്തുരക്ഷിക്കുകയും, ശബരിമലയിൽ നാളെ എനിക്കൊരു ക്ഷേത്രം വരും. ആ ക്ഷേത്രം വരുമ്പോൾ അതിൽ തൊഴാൻ വരുന്നവരെ നീ ഈ മാർഗത്തിൽ സംരക്ഷിച്ചു കൊള്ളണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മഹിഷിയെ വധിച്ച ഈ പ്രദേശത്തിന് മഹിഷിമാരികം എന്ന പേര് വരും. അതായത് ഇന്നത്തെ എരുമേലി, അതിന്റെ ഭാഷയാണ് എരുമേലി എന്നുള്ളത്. മഹിഷിമാരികത്തിൽ ഇരിക്കുന്ന നിന്നെ തൊഴാതെ എന്നെ തൊഴാൻ വന്നാൽ അത് വിഫലം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയും, ഞാൻ പുലികളെയും കൊണ്ട് പന്തളത്ത് പോയിട്ട് തിരിച്ചു വരണത് വരെ നീ ഇവിടെ ഇരിക്കണം. കാലക്രമേണ നിനക്കിവിടെ ക്ഷേത്രം വരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പുലികളെയും കൊണ്ട് പുലിപ്പാല് കൊട്ടാരത്തിൽ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനി അതിനുശേഷം ശബരിമല ക്ഷേത്രത്തിന്റെ യാത്രാവിധി പറയുന്ന സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണത്തിനെ കുറിച്ച് പറയുന്ന ഭാഗം വരുമ്പോൾ രാജശേഖര പാണ്ഡ്യന്, അതായത് പന്തള രാജാവിന് വിസ്തരിച്ച് ഭഗവാൻ ഭൂതനാഥ ഗീത എന്നും പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കും. അതില് ബ്രഹ്മജ്ഞാനാണ് വരണത് മുഴുവൻ. ആ ഭാഗത്ത് വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട്, വാവരൻ എനിക്ക് തുല്യം എന്നാ പറഞ്ഞിട്ടുള്ളത്. വാവരൻ, എനിക്ക് അവരെന്ന് വേണമെങ്കിൽ എടുക്കാം. സംസ്കൃതത്തില് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയാ, നമ്മുടെ ഒരു ഭക്തിയുടെ കണ്ണിൽ പറയാ, എനിക്ക് തുല്യം അവൻ എന്ന് പറയണു. എന്നിട്ട് പറയാ, എന്റെ ക്ഷേത്രം പണിയുന്നതിന് മുൻപ് അവന്റെ ക്ഷേത്രം മഹിഷിമാരികത്തിൽ പണിതിട്ടേ എന്റെ ക്ഷേത്രത്തിന് ഒരു കല്ലെങ്കിലും ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര പ്രാധാന്യം വാവരന് കൊടുത്തിട്ടുണ്ട്. ആ വാവരസ്വാമിക്കുള്ള ക്ഷേത്രം പണിത് അവനും ഭൂതവൃന്ദങ്ങൾക്കും വേണ്ട ബലികർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം തപതികളെയും കൂട്ടിയിട്ട് കരിമല നീലിമല കയറി ശബരിമലയിൽ എത്തിയിട്ട് എനിക്കുള്ള ക്ഷേത്രത്തിനുള്ള കുറ്റി അടിക്കാൻ പാടുള്ളൂ. ഞാൻ അസ്ത്രം എഴുതിട്ട് സ്ഥാനം കാണിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ വാക്യമുണ്ട്, രണ്ടാമത്തെ വാക്യം അത്. മൂന്നാമത്തെ വാക്യം, ഭഗവാനെ ഈ രാജശേഖര പാണ്ഡ്യൻ ക്ഷേത്രം പണിയാനായിട്ട് പുറപ്പെട്ട് അനവധി പൂജകളൊക്കെ ചെയ്ത്, ഗണപതിക്ക് പൂജയൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്ത് അങ്ങനെ എരുമേലിയിൽ എത്തിയിട്ട് അവിടെ സ്ഥപതികളോട് കൂടിയിട്ട് തമ്പടിച്ച് വാപുരനൊരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രത്തിൽ വില്ലും അമ്പും കുത്തിപ്പിടിച്ചു നിൽക്കുന്ന രൂപത്തിൽ വാപുരനെ പ്രതിഷ്ഠിച്ചു എന്നൊരു വരി കൂടെ അതിൽ കാണാം. അംഗരക്ഷക ഭാവത്തിലാണ്. അങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുള്ള ആ രൂപത്തിനെ പ്രതിഷ്ഠിച്ച് യുദ്ധോദ്യുക്തനായിട്ട് നിൽക്കുന്ന, യുദ്ധമൂർത്തിയായിട്ട് നിൽക്കുന്ന വാപുരനെ പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹത്തെ ആരാധിച്ച് അനുഗ്രഹം മേടിച്ചതിന് ശേഷമാണ് ഈ കൽപ്പണിക്കാരെയും ശില്പികളെയും സ്ഥപതിയും ഒക്കെ കൊണ്ട് അദ്ദേഹം കരിമലയും നീലിമലയും കയറിയിട്ട് ശബരിമലയിൽ ഭഗവാന്റെ അസ്ത്രം വീണ സ്ഥലത്ത് പോയിട്ട് ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് എഴുതിയ കാലം എങ്ങനെയാ, എന്റെ വ്യക്തിപരമായിട്ടൊരു അനുമാനമാണ്. ഇതിൽ നാരായണീയത്തിലെ ചില ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ഭട്ടവാതിര് പുന്നത്തൂർ കോവിലകത്ത് കളി നാടകമോ കഥകളിയോ എന്തോ കാണാൻ പോയ സമയത്ത് യദ്വിശ്വം രജനീയവനികം പ്രോദ്ലസത് ഭാനുദീപം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ശ്ലോകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ ലോകം ഒരു സ്റ്റേജാണ്, ഇരുട്ടാണ് കർട്ടൻ, നമ്മളൊക്കെ ആക്ടേഴ്സിനാണ്. ഷേക്സ്പിയർ പിൽക്കാലത്ത് പറഞ്ഞത് 17-ാം നൂറ്റാണ്ടിന്റെ
അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പറഞ്ഞ ശ്ലോകത്തിന്റെ ഒരു ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ട് ഈ ഭൂതനാഥോപഖ്യാനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഭട്ടതിരിയുടെ കാലത്തിന് ശേഷമാണ്, അപ്പൊ ഒരു 17-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആ എഴുതുന്ന കാലത്ത് പോലും വാപുരന്റെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ട്. അതെ. അല്ലെങ്കിൽ അതിന്റെ കർത്താവ് അതിന്റെ ഒരു പുരാണത്തിൽ ഇത് എഴുതില്ല. അത് എഴുതിയിട്ടുള്ളത് പന്തളത്തെ ഈ നെയ്തലക്കൽ കോയിലത്തെ തമ്പുരാനാണ്. ഞാനിപ്പോ എനിക്ക് ആ വാക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഒരു വലിയ തമ്പുരാനാണെന്ന് ഭൂതനാഥ സർവസ്വം അത്രയും ഭഗവാനെ കുറിച്ച് ഇന്നേവരെ ആരെങ്കിലും ഇത്രയും റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് എഴുതിയിട്ടുള്ള ഒരാൾ കുറുമള്ളൂർ നാരായണപിള്ളയാണ്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ടൈം മാഗ്നം ഓപ്പസ് ആണ് ഭൂതനാഥ സർവസ്വം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ 3 ചരിത്രങ്ങളാണ് ഒരു വാപുര ക്ഷേത്രം അവിടെ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ്. ഇനി തമ്പി സാർ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു അഡൻഡമായിട്ട് ഞാൻ പറയാം. 1080 കൊല്ലവർഷത്തില്, അതായത് 1905 ശബരിമല ക്ഷേത്രത്തിൽ ഒരു പുനരുദ്ധാരണം നടന്നിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയണ തീപിടുത്തത്തിന് മുന്നേ ഒരു തവണ തീപിടുത്തം നടന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു ചരിത്ര സത്യമാണത്. ആ സമയത്ത് നടന്നപ്പോ വിഗ്രഹം നശിച്ചിട്ടില്ല, പക്ഷെ പുനരുദ്ധാരണം നടന്നിട്ടുണ്ട്. അന്ന് വാപുരസ്വാമി നട പുനരുദ്ധരിച്ചിട്ടുണ്ട് എന്നൊരു റെക്കോർഡുണ്ട്. ഈ റെക്കോർഡ് ഭൂതനാഥ സർവസ്വത്തിൽ കുറുമള്ളൂർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം മിനിങ്ങാന്ന് ഞാൻ ദേവപ്രശ്നത്തിന് എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ അവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ എത്തിയത്. ഞാൻ എത്തിയ സമയത്ത് ആ എന്താ പറയാ പ്രശ്നത്തിന്റെ ചർച്ചയിലേക്ക് ഈ ചെറിയ വിഷയങ്ങൾ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ശുഭലക്ഷണവും കണ്ടു ജേഷപ്പടിക്കൽ അദ്ദേഹം ഒക്കെ സന്നിഹിതനായിരുന്നാണ് തമ്പി സാറും. അപ്പൊ വളരെ മനസ്സിന് തൃപ്തി തന്നതാണ്. ഞാൻ ഈ വിഷയം പറഞ്ഞ സമയത്ത് അവര് എല്ലാ ദൈവജ്ഞന്മാരും ഒന്നടങ്കം ശുഭലക്ഷണം പറയും. ആ സമയത്ത് ഒരു മഴ പെയ്യുകയും ചെയ്തു, അതിശക്തമായിട്ടൊരു മഴ പെയ്തു. അപ്പൊ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, എളിയ രീതിയിൽ ഇത് പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു. ഇത്രയും ആണ് എനിക്കിതിൽ പറയാനുള്ളത്.